നിന്റെ കുപ്പായം ചോദിക്കുന്നവന് നിന്റെ മേലങ്കി കൂടെ കൊടുക്കാൻ പഠിപ്പിച്ച അതേ തമ്പുരാന്റെ അനുയായികൾ അതിലൊരു വിഭാഗം തിരുവസ്ത്രം വരെ കത്തിച്ച ആ വിമതർക്കിനി അതിരൂപതയിലേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും മേലാത്ത അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ രൂപത കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സഭാ നേതൃത്വം പല പ്രാവശ്യം നടത്തിയ ഒത്തുതീർപ്പും സമവായ സാധ്യതകളും എല്ലാം വലിയ പരാജയമായി. ഇതോടെ വിമതപക്ഷം ഒരു രീതിയിലും വഴങ്ങില്ലെന്നും പ്രശ്നം ഇനിയും കൂടുതൽ വഷളാക്കാനാണ് ശ്രമമെന്നുമുള്ള വിലയിരുത്തലെ തുടർന്ന് വത്തിക്കാന്റെ നിർദ്ദേശപ്രകാരം ഇതാ വിമതർക്കെതിരെ നടപടികൾ കടുപ്പിച്ചെടുക്കുന്നതിന്റെ ഭാഗമായുള്ള പ്രാരംഭ നീക്കങ്ങൾക്ക് രൂപത തുടക്കം കുറിച്ചിരിക്കുന്നു. സന്തോഷ വാർത്തയാണ് വിശ്വാസികൾക്ക്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വൈസ് ചാൻസലറായി അതിരൂപതയ്ക്ക് പുറത്തു നിന്നുള്ള തോമസ് മേൽവട്ടത്തച്ഛനെ നിയമിച്ചതും സഭാ നിയമമായി കാനോൻ നടപടികൾ തുടരുന്നതിന്റെ ഭാഗമാണ്. പല പ്രാവശ്യമായി സർക്കുലർ, വൈദികർക്ക് കത്തുകൾ, വൈദികങ്ങൾ ഇവയൊക്കെ നടത്തിയത് ഈ നടപടികളുടെ ഭാഗമായി തന്നെയാണ്. വൈദികർക്ക് ഘട്ടം ഘട്ടമായി വിശദീകരണം ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകുന്നത് തുടങ്ങിയതായി ഇപ്പോൾ അറിയുന്നുണ്ട്. സഭയുടെ വിവിധ നടപടിക്രമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ ഒരു പരാതിക്ക് ഇടവരുത്താതെ അടുത്ത ഘട്ടത്തിൽ സഭാ കോടതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുങ്ങിയിട്ടുണ്ട്. ഗുരുതരമായ സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയവർ, വിമത നേതാക്കൾ, അതിരൂപത ഭരണ തലങ്ങളിൽ താഴെത്തട്ടിൽ അങ്ങനെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നടപടി ഹൈറാർക്കി അനുസരിച്ചായിരിക്കും ഉണ്ടാകുക. ബസേലിക്കയിൽ റിലേ കുർബാന നടത്തിയ 31 പേർ സിറിൽ ബാസിൽ മെത്രാനെ ആക്രമിക്കാൻ നൽകിയവരും സഭ ആസ്ഥാനത്ത് നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ച ഉൾപ്പെടെയുള്ളവർക്കെതിരെ അതീവ ഗൗരവത്തോടെയാണ് നടപടി വരുന്നത്. അതിന്റെ ഒപ്പം പുതിയ പട്ടം കിട്ടിയ 8 അച്ഛന്മാർ സഭയുടെ കുർബാന ഇതുവരെയും പരസ്യമായി അർപ്പിച്ചിട്ടില്ല. അവർക്ക് പുതിയ നിയമനങ്ങളും കൊടുത്തിട്ടുണ്ട്. അവിടെ അവർ അനുസരിക്കാതെ വന്നാൽ സസ്പെൻഡ് ചെയ്യുമെന്ന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അത് വിശ്വാസികൾ അറിഞ്ഞിരിക്കണം. പട്ടത്തിന് മുമ്പ് എഴുതി കൊടുത്തതാണ്, രൂപത എഴുതി വാങ്ങിയതാണ് ഈ വ്യവസ്ഥകളൊക്കെ. സംഭവങ്ങൾ ഇത്രയും വഷളാകാൻ കാരണം സഭാ കുര്യ ഉൾപ്പെടെ നേതൃത്വത്തിലെ ചില വിമത വിഭാഗത്തോട് കൂറുള്ളവർ തന്നെയാണ്. മാത്രമല്ല, വളരെ ദുർബലമായ നേതൃത്വം എന്നതുകൊണ്ട് ഇവിടെയും എവിടെ എത്തിച്ചേരും ഈ നടപടി എന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു. ജനുവരിയിൽ നടക്കാൻ പോകുന്ന സിനഡിന് മുമ്പ് പ്രശ്ന പരിഹാരം ഉണ്ടായില്ലെങ്കിൽ സഭാ തലവന് തന്നെ ഈ സ്ഥാനത്ത് തുടരാൻ ബുദ്ധിമുട്ടുണ്ടാകും. പുതിയ തലവനല്ലെങ്കിൽ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റീവ് സമ്മേളനത്തിലേക്കോ മെത്രാൻ സമിതി കാര്യങ്ങൾ ആലോചിക്കുന്നത് അറിയുന്നുണ്ട്. ഒരു വർഷം കൊണ്ട് തന്നെ ഒരു വലിയ പരാജയമെന്ന് മറ്റു സഭാ മെത്രാന്മാർ പോലും വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. സ്ഥിരം മെത്രാൻ സമിതിക്ക് പോലും ഇപ്പോൾ സഭയുടെ പൊതുവിഷയങ്ങളിൽ ഇടപെടാൻ താല്പര്യമില്ലാതായിരിക്കുന്നു. ഒരു രീതിയിൽ തീരുമാനമെടുക്കുകയും വേറൊരു രീതിയിൽ ഒപ്പമുള്ളവർ തന്നെ അതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതെന്നും ഒരു സീനിയർ മെത്രാൻ വരെ പറയാതെ പറയുന്നു. ഇതൊക്കെ സഭയ്ക്കുള്ളിലെ അതിരൂപതയ്ക്കുള്ളിലെ കാര്യങ്ങളാണ്. എന്തായാലും നടപടി വരികയാണ്, അത് കടുപ്പിച്ചു തന്നെ വരികയാണ്. കാനോൻ നിയമത്തിന്റെ കോടതി വരുന്നു. കുറ്റം ചെയ്തവർ, പാപം ചെയ്തവർ അതിന്റെ മുൻഗണന അനുസരിച്ചായിരിക്കും ശിക്ഷാ നടപടികൾ നേരിടുക. ഏറ്റവും ഒടുവിലല്ല, എത്രയും പെട്ടെന്ന് അടിയന്തരമായി തന്നെ ഇപ്പോൾ 2 ആഴ്ച മുമ്പ് അച്ചൻപട്ടം ലഭിച്ച തിരുപ്പട്ടം നേടിയെടുത്ത ആ ഡീക്കന്മാർ, പുതിയ അച്ഛന്മാർ, കൊച്ചച്ഛന്മാരും അവരും എഴുതി കൊടുത്തതുപോലെ ഏകീകൃത കുർബാന അർപ്പിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കെതിരെയും നടപടി ഉണ്ടാകുമെന്ന് വളരെ വ്യക്തമാണ്. കാര്യങ്ങൾ അങ്ങനെ വളരെ വ്യക്തമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇതിനെയും അട്ടിമറിക്കാൻ അകത്തുള്ള ആ ചില ക്ഷുദ്രജീവികൾ ശ്രമിച്ചാൽ പിന്നെ കാര്യങ്ങൾ പഴയതുപടി ആമയെ പോലെ എഴിഞ്ഞു നീങ്ങുമെന്നതിൽ ഒരു സംശയമില്ല. അതിൽ മാത്രമേ വിശ്വാസികൾക്ക് സംശയമുള്ളൂ.